എല്ലാവർക്കും നമസ്കാരം. 2025 പുതുവർഷ ഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. പുതിയ വർഷം തുടങ്ങാൻ പോകുമ്പോൾ എല്ലാവർക്കും ആ ഒരു വർഷത്തിനുള്ളിൽ നിറവേറ്റാൻ പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാകും. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ ചിലർക്ക് ഉടനെ സാധിക്കുകയും ചിലർക്ക് അതിനുവേണ്ടി കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരുന്നതുമാണ്. അതൊക്കെ അവരവരുടെ ജാതക രീതിയിലുള്ള ദശ അപഹാരങ്ങളെയും ചാരവശാൽ നടക്കുന്ന ഗ്രഹമാറ്റങ്ങളെയും അപേക്ഷിച്ചായിരിക്കും തീരുമാനിക്കപ്പെടുന്നത്. വർഷഗ്രഹങ്ങളായ വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രധാനമായും വർഷഫലങ്ങൾ പറയുന്നത്. ഒരുപക്ഷെ ഗ്രഹനിലകൾ അനുകൂലമല്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ ഏത് പ്രതികൂല സാഹചര്യത്തെയും നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വർഷം തുടങ്ങുമ്പോൾ വ്യാഴം, കേതു പോലെയുള്ള ഗ്രഹങ്ങൾ അനുകൂലമായി സഞ്ചരിക്കുന്നതിനാൽ പോസിറ്റീവായ തുടക്കം തന്നെയാണ് 2025 വൃശ്ചികക്കുറുകാർക്ക് ലഭിക്കാൻ പോകുന്നത്. മാത്രമല്ല, കണ്ടകശനിയായി 4-ൽ സഞ്ചരിക്കുന്ന ശനി ഭഗവാൻ മാർച്ച് 29-ാം തീയതി 5-ാം ഭാവമായ മീനക്കൂറിലേക്ക് മാറുമ്പോൾ ശനിയുടെ സഞ്ചാരം മൂലം ഇതുവരെ ഉണ്ടായിരുന്ന ദോഷഫലങ്ങളെല്ലാം മാറി അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവരുടെ ആരോഗ്യം മെച്ചപ്പെടും. ഇടയ്ക്കിടെ വാഹനാപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നവർക്ക് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കുറയും. പഠനപരമായ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും അധികരിക്കും. ജോലിയിലുള്ളവർക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ മെച്ചപ്പെട്ട ജോലി ലഭിക്കും. കലാപരമായ കഴിവുകൾ ഉള്ളവർക്ക് കഴിവുകളെ പ്രകടിപ്പിക്കാൻ നിരവധി അവസരങ്ങൾ തേടിയെത്തും. ചിലർക്ക് അപ്രതീക്ഷിത ധനലാഭവും ഉണ്ടാകും. പുതിയ വീട് വാങ്ങാനോ അല്ലെങ്കിൽ പഴയ വീട്ടിൽ അറ്റകുറ്റപ്പണികൾ നടത്തി പുതുക്കി പണിയാനോ യോഗമുണ്ടാകും. മെയ് മാസം മുതൽ അഷ്ടമരാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ വരുമാനത്തിൽ തടസ്സമുണ്ടാവുക, പുതിയ ജോലി കണ്ടെത്തുന്നതിൽ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരിക, ജോലിഭാരം അധികരിക്കുക, ഇതുപോലെയുള്ള ചില ദോഷഫലങ്ങളും വൃശ്ചികക്കുറുകാർക്ക് വന്നു ചേരുന്നതാണ്. മെയ് മാസം മുതൽ 4-ാം ഭാവത്തിൽ രാഹുവും 10-ൽ കേതുവും സഞ്ചരിക്കുന്നതിനാൽ സാമ്പത്തിക സ്ഥിതിയിൽ കയറ്റയിറക്കങ്ങൾ ഉണ്ടാകുമെങ്കിലും നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ സാധിക്കുന്നതാണ്. പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർ ലഭിക്കുന്ന അവസരം ചെറുതാണെങ്കിലും അതിനെ മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ഭാവിയിൽ നിരവധി നല്ല അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ജോലിയിലുള്ളവർക്ക് ശമ്പള വർധനവും പ്രമോഷനും ലഭിക്കാൻ താമസമുണ്ടാകും. കഠിനാധ്വാനം ചെയ്യുകയും ബിസിനസ്സിലെ നിലവിലെ അവസരങ്ങൾ നിലനിർത്തുകയും ചെയ്താൽ ക്രമേണ പ്രശ്നങ്ങൾ ഇല്ലാതാകുന്നതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ വൃശ്ചികക്കുറി ജനിച്ചവർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും 2025 ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വൃശ്ചികക്കുറി ജനിച്ചവരുടെ വർഷഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.